ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് പരിചിതമാണെങ്കിലും ഉണ്ടാക്കുന്ന വഴി നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവാട്ടോ. നിങ്ങളെന്തായാലും കണ്ടോക്കി. അപ്പം നമ്മുടെ ഐറ്റത്തിൻ്റെ മെയിൻ വ്യക്തി എന്ന് പറയുന്ന ആരെന്ന് വെച്ചാൽ പുട്ടുപൊടിയാണ്. ആദ്യം നമുക്കൊരു ഗ്ലാസ് പുട്ടുപൊടി വേണം. എന്നിട്ട് ആ പുട്ടുപൊടി എടുത്ത ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം, എന്നിട്ട് അത് രണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ആണ്. പിന്നെ അതിനെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെക്കുക. ആ ടൈമിൽ നമുക്ക് അടുത്ത പണി ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഒരു 5 ശർക്കര അച്ചെടുത്താണ് ജസ്റ്റ് ഒന്ന് കുത്തുക. എന്നിട്ട് അത് നമുക്ക് ശർക്കര ലൈൻ ഉണ്ടല്ലോ അതേമാതിരി. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ പുട്ടുപൊടി ഇതേമാതിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. നമ്മളതിൽ വെള്ളം പാർന്നിട്ടല്ലേനോ, അപ്പോൾ നോക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ. നമ്മുടെ ഈ പുട്ടുപൊടിക്ക് നമുക്ക് നമ്മുടെ ശർക്കര ലൈൻ ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഒരു 5 ഏലക്കായിട്ട് കുത്തിയിട്ട് അതും പാടേക്ക് ചേർക്കട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പൂ എടുത്തിട്ട് കുരുക്കനായിരുന്നാണ്ട് അതും പാടെ ചേർക്കേക്ക്. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഓണൊക്കെ ചട്ടിയൊക്കെ എണ്ണ പാരാൻ. അപ്പോൾ സംഭവം എന്താ നിങ്ങൾക്ക് കത്തിയേക്കൂല്ലേ? എന്താണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മളെ നെയ്യപ്പം. ആദ്യത്തെ പൊരിച്ചല്ലേ നെയ്യപ്പം ജസ്റ്റ് ഒന്ന് അമീബിയും നീരാളി കായിന് കേട്ടോ. പിന്നെ അങ്ങനെ റെഡിയായി. കണ്ട തട്ടുകട സ്റ്റൈലിൽ അടിപൊളിയായിട്ട് നെയ്യപ്പോടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ആക്കാൻ, ലൈക്ക് ആക്കാൻ, ഷെയർ ആക്കാൻ ആരും മറക്കില്ലേ.